ഏറ്റവും ബഹുമാന്യനായ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ, മാർട്ടിൻ ജോർജ്, കരീം ചേലേരി, പ്രിയമുള്ള സഹപ്രവർത്തകരെ, കണ്ണൂരിലെ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന ഭാരിച്ച ചുമതല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ എ കെ ആന്റണി മുതൽ കെ സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിന് എല്ലാവരുടെയും പിന്തുണയിൽ, സുധാകരൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്ക് കോൺഗ്രസിന്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പിന്തുണ അറിയിക്കുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് എൻ്റെ കരുത്ത് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനായ കെ സി വേണുഗോപാൽ നമ്മുടെ ജില്ലയിൽ നിന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹം എന്നെ AICCയുടെ തീരുമാനം വിളിച്ചറിയിച്ചപ്പോൾ അതും എനിക്ക് വലിയ കരുത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രീ എ കെ ആന്റണി എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത്, ഉളിക്കല് ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് സണ്ണി, ഉളിക്കല് ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് ശ്രീ എ കെ ആന്റണി 3 പ്രാവശ്യം സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചെന്ന് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ സമ്പന്നമായൊരു നേതൃനിര, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, മുതിർന്ന നേതാക്കന്മാർ ശ്രീ കെ സുധാകരൻ, KC ജോസഫ്, നമ്മുടെ ജില്ലയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിയായ MLA ആയിരുന്ന KC ജോസഫ് എന്നെ വിളിച്ചു. നിരവധി നേതാക്കന്മാർ, ദീപാദാസ് മുൻഷി AIC സെക്രട്ടറി വിളിച്ചു. നിരവധി പേർ. ഞാൻ ഈ 1 മണിക്കൂർ ഇരട്ടിയിലെ വീട്ടിൽ നിന്ന് ബഹുമാനായ കെ സുധാകരനെ കാണുന്നതിനും അനുഗ്രഹം നേടുന്നതിനും വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലഭിച്ച ഫോൺ കോളുകൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും, നിരവധി പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു. അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പ്രകടിപ്പിക്കുന്ന താല്പര്യമാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണൂര് കോൺഗ്രസിന്റെ കരുത്തുറ്റ പ്രദേശമാണ്. നേതൃത്വത്തിന്റെ വലിയ മഹത്തരമായിട്ടുള്ള നേതാക്കന്മാർ പ്രവർത്തിച്ചൊരു മണ്ണാണ്. KP നൂറുദ്ദീൻ സാഹിബിനെ ഞാൻ ഓർമ്മിക്കുന്നു. പ്രിയങ്കരായ N രാമകൃഷ്ണനെ ഓർമ്മിക്കുന്നു. കുഞ്ഞമ്പുവേട്ടനെ ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെയുള്ള മുൻകാല നേതാക്കന്മാരുടെ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും. ശ്രീ കെ സുധാകരന്റെ ചൈതന്യവത്തായ ആവേശകരമായ നേതൃത്വത്തിന്റെ കീഴിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കരീം ചേലേരി ഇവിടെ ഇരുന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് എല്ലാ കാലത്തും എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയാൻ, ജ്യേഷ്ഠ സഹോദരനായി എനിക്ക് നൽകിയ വലിയ പിന്തുണ ഞാൻ ഓർമ്മിക്കുകയാണ്. UDFനെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കണം. ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വലിയ ടീമാണ്. ആ ടീമാണ് അടൂർ പ്രകാശിനെ UDFന്റെ കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർ ശ്രീ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, അനുഭവ സമ്പത്തുള്ള, കരുത്തുള്ള, വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സഹപ്രവർത്തകരുടെ ടീമാണ് KPCCക്കുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ടീം വർക്കിന്റെ ഭാഗമായിട്ട് മുതിർന്ന നേതാക്കന്മാരുടെ അനുഗ്രഹത്തിൽ, ഉപദേശ നിർദ്ദേശങ്ങളിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ നല്ല വാക്കിന്, പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം.